ഒരുപാട് സന്തോഷമാണ് അങ്ങയുടെ കൂടെ ഇരിക്കുമ്പോൾ. 2012 മുതൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുവാനും ഈ ശ്രീരാമ സിദ്ധാന്തം ശരിക്കും നമ്മളുടെ ആത്മതലത്തിൽ വെളിച്ചം വീശുവാനും എനിക്കിതിൻ്റെ രചന പൂർത്തിയാക്കാനും കഴിഞ്ഞത് ഞാൻ മനസ്സിലേക്ക് എന്താ പറയുക, മല്ലിയൂർ തിരുമേനി വന്ന ഭദ്രദൈവ പ്രകാശനം നടത്തിയ ചിറക്കൽ ആ മഹാവിഷ്ണുവിൻ്റെ ഗോശാലത്തിൽ സന്നിധിയിൽ അങ്ങ് എൻ്റെ മനസ്സിൽ തെളിച്ച കുറേ കാര്യങ്ങൾ 8 ദിവസം അതായിരിക്കാം ഒരു പക്ഷേ എൻ്റെ ഈ പ്രേത സിദ്ധാന്തത്തെ, അതായത് ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തത്തെ ഓപ്പണാക്കാനായിട്ട് എന്നെ മണ്ണിൽ ഉറപ്പിച്ച് വെച്ചു. എനിക്കൊരു നാമവും കിട്ടി. അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് ഒരിക്കലും ത്രേതായുഗത്തിലെ ഈ സിദ്ധാന്തം ലോകത്ത് മനനവേദത്തിൽ യുദ്ധവിചാരത്തിൽ നിന്ന് വേദവിചാരത്തിലേക്ക്, ധനുസിൻ്റെ ലോകത്തു നിന്നും ധാന്യത്തിൻ്റെ ലോകത്തിലേക്ക്, ശാസ്ത്രത്തിൻ്റെ ലോകത്തു നിന്നും ശാസ്ത്രത്തിൻ്റെ ലോകത്തിലേക്ക് മനുഷ്യനെ പരിവർത്തനപ്പെടുത്തി യുദ്ധവിചാരത്തെ ഇല്ലായ്മ ചെയ്തിട്ട് ജ്ഞാനാവതാരമായിട്ട് മാറി ഒരിക്കലും മായ്ക്കുവാനോ മറയ്ക്കുവാനോ ഒരു നിമിഷം നാമം ഉച്ചരിക്കാതിരിക്കുവാനോ കഴിയാത്ത രീതിയിലേക്ക് അവതാരമായിട്ട് കുതിച്ചുയർന്ന് എന്നത്തെയും ജ്ഞാനാവതാരമായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ ചരിത്രം അത് റീഓപ്പൺ ചെയ്യുക, അത് അതേ രീതിയിൽ ഏകദേശം അതുപോലെയെങ്കിലും എത്തിക്കാന്ന് പറഞ്ഞാൽ അത് അങ്ങയുടെ അങ്ങ് എന്നിൽ ചൊരിഞ്ഞ ഒരു കരുണ, ഇത് എവിടെയോ ഒരു എന്താ പറയുക, ഒരു കാരുണ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറയുന്ന ഒരു തെറ്റ്, അതാണ് എന്നെ ശരിക്കും ആ ഒരു തലത്തിലേക്ക് ഉയർത്തിയത്. ഇതിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് നേടാൻ കഴിയുന്നതല്ല ഞാനിപ്പോൾ കണ്ടുപിടിക്കുന്നത്. ഇതെല്ലാം റീഓപ്പണാണ്. നമുക്കൊന്നും പുതുതായിട്ട് ചെയ്യാനില്ല വേദത്തിന്. അങ്ങ് പറയാറുള്ള പോലെ ഒന്നും നമുക്ക് പുതുതായിട്ടൊന്നും ചെയ്യാനില്ല. അത്രയും ബ്രഹ്മാണ്ഡമാണ് ഭാരതത്തിൻ്റെ വേദത. ആ തലത്തെ നമുക്ക് മനുഷ്യനിലേക്ക് വീണ്ടും ഓപ്പണാക്കി വയ്ക്കുവാനായിട്ട് അങ്ങയുടെ ആ കരുണ, അങ്ങയുടെ ആ അറിവിൻ്റെ വെളിക്ക് മുന്നിലേക്ക് വീശി തന്നതിന് ആദ്യം നന്ദിയാണ് ഞാൻ ആദ്യം പറയുന്നത്. പിന്നെ പ്രണവവേദ എന്ന് പറയുന്ന ചാനൽ നമ്മുടെ ശ്രീരാമ സിദ്ധാന്തം തന്നെയാണ്. ഈ പഞ്ചമവേദ സിദ്ധാന്തമാണ് പ്രണവവേദത്തിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങ് ഈ ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഒരു എന്താ പറയുക, ഒരു പറ്റം ആളുകൾ എന്നെ സഹായിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എനിക്ക് ആത്മീയ വെളിച്ചം തന്ന അങ്ങ് അത് പ്രണവവേദം എന്ന 2 വാക്കുകൾ ഈശ്വരീയ ധർമ്മത്തിൽ നമ്മുടെ ഗുരുക്കന്മാരും ഭഗവതിയും ഭഗവാനും ലോകത്തിന് നൽകിയ ചില നല്ല സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു ഉപാധിയാണ്. റഷ്യ വാർത്താ മാധ്യമങ്ങളിലൂടെ വേണ്ടതും വേണ്ടാത്തതും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയായി. അകാര ഉകാര മകാര അക്ഷരങ്ങളുടെ സംഗമമാണ് ഓങ്കാരം. പ്രണവം പ്രഹർഷേണ എന്നും നവമായിട്ടുള്ളത്. സൂര്യൻ ഓരോ ദിവസവും പുതിയതായി കിഴക്കേ ചക്രവാളത്തിൽ വരുന്നത് പോലെ പ്രഥമയിൽ തുടങ്ങി പൗർണമിയിൽ എത്തുന്ന ചന്ദ്രന്റെ വലിപ്പം പ്രപഞ്ചത്തെ സ്വാധീനിക്കുന്നത് പോലെ 10 അവതാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശ്രീരാമചന്ദ്രന്റെ സിദ്ധാന്തം പ്രണവ വേദത്തിലൂടെ സാധാരണക്കാർക്ക് അറിയിച്ചു കൊടുക്കും. ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും വായിച്ച് മനസ്സിലാക്കി അത് പ്രായോഗികമാക്കാൻ വളരെ കാലം വേണ്ടി വരും. ഏകാക്ഷരത്തിൽ ഇതടങ്ങുന്നു സർവവും, ഇതാകാശ സൂക്ഷ്മതനു. നാരായണായ നമ എന്ന മലയാള ഭാഷയുടെ അച്ഛൻ, ഭാഷാപിതാവ്, എഴുത്തച്ഛൻ നമുക്ക് നൽകിയ മഹോന്നതമായ സന്ദേശം. ആധ്യാത്മിക ജീവിതം ഭൗതിക ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമല്ലെന്ന് തെളിയിച്ചു കൊടുത്ത ശ്രീരാമചന്ദ്രന്റെ ജീവിത സിദ്ധാന്തത്തിലൂടെ അറിയിച്ചു കൊടുക്കാൻ കഴിയുന്നത്
ഈ ദൃശ്യമാധ്യമത്തിൻ്റെ ഒരു പുണ്യമാണ്. പുണ്യവും ഭാഗ്യവും ഐശ്വര്യവും മനുഷ്യ ജീവിതത്തെ കരളിതമാക്കുമ്പോഴാണ് ജീവിതം അർത്ഥസമ്പന്നമാവുന്നത്. കാണാൻ സൗന്ദര്യമുള്ളത് കൊണ്ടോ സമ്പത്ത് 7 തലമുറയ്ക്ക് സമ്പാദിച്ചു വെച്ചത് കൊണ്ടോ ജീവിതം ധന്യമാവില്ല. ജീവിതം പുഷ്ടി വരുത്താൻ അത് സഹായകമാവും. പ്രായം കൂടുന്തോറും ആയുസ് കുറയുന്നു എന്നറിയാത്ത മനുഷ്യൻ മരം വെയിൽ കൊണ്ടോണ്ട് തണൽ കൊടുക്കുന്നത് പോലെ തൻ്റെ അടുത്ത് വരുന്നവർക്ക് ഫലവും ഇലയും പൂവും ഒരു വൃക്ഷം നൽകുന്നത് പോലെ ജീവിച്ച് കാണിച്ചു കൊടുത്താലാണ് ശ്രീരാമചന്ദ്രൻ. പുണർദം നക്ഷത്രത്തിൽ നവമി തിഥിയിൽ ചൈത്രമാസത്തിൽ ജനിച്ച മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രന്റെ ജീവിത സിദ്ധാന്തം കാലദേശങ്ങൾക്ക് അതീതമായി ഒരു മകന്റെ കടമ എന്താണ്, ഒരു ഭർത്താവിൻ്റെ കടമ എന്താണ്, ഒരു ജ്യേഷ്ഠന്റെ കടമ എന്താണ്, ഒരു അച്ഛൻ്റെ കടമ എന്താണ്, സർവോപരി താൻ ആ കൊട്ടാരത്തിലെ പ്രതിനിധിയായി ജീവിക്കുമ്പോൾ ചക്രവർത്തിയുടെ കടമ എന്താണ് എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുത്തതാണ്. അപ്പൊ ബാല്യകാലത്തെ സിദ്ധാന്തം, കൗമാരകാലത്തെ